നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് മെസ്സേജ് ഇട്ടിട്ട് ലിങ്ക് അയച്ചു കൊടുത്ത് ജോയിൻ ചെയ്യാൻ പറയാ. ഗുഡ് ഈവനിങ് വാസുദേവ് കൃഷ്ണ. So it's 7:37, so I think we can start. I will share my screen now. Screen visible ആണോ? Yes. Okay, thank you. Okay. സോ ഇന്നലെ ഒരു ആസ്ക് മീ എനിത്തിങ് സെഷൻ ഉണ്ടായിരുന്നു. സോ നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേയേറെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മുടെ മെന്ററിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇന്ന് നമ്മൾ നിങ്ങളെല്ലാം പോസ്റ്ററിൽ കണ്ട പോലെ ഇൻട്രൊഡക്ഷൻ ടു ടിങ്കർകാഡ് സർക്യൂട്ട്സ് ആണ്. സോ ടിങ്കർകാഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. വി ക്യാൻ ബിൽഡ് സർക്യൂട്ട്സ്, 3D ഡിസൈൻസ്, കോഡ് ബ്ലോക്സ് എക്സെട്ര. സോ ഇന്ന് നമ്മൾ അതിന്റെ ഇലക്ട്രോണിക്സിന്റെ കുറച്ച് ബേസിക്സും പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ടിങ്കർകാഡ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും പഠിപ്പിക്കുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ അജണ്ട ഞാൻ പറഞ്ഞ പോലെ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ടിങ്കർകാഡ്. ആൻഡ് ടിങ്കർകാഡിൽ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓർഡിനോ നാളെയാണ് മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ കുറച്ച് ബേസിക്സ് കവർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം എന്തൊക്കെയാണ് വരണേ? വോൾട്ടേജ്, കറണ്ട്, ഇലക്ട്രിസിറ്റി. അതിലാദ്യം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റി ബേസിക്കലി മീൻസ് എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് 3 ഘടകങ്ങളാണ് വേണ്ടുന്നത്. സോ ഫസ്റ്റ് വൺ ഈ സോഴ്സ്, ഒരു സോഴ്സ് വേണം. ആൻഡ് സെക്കൻഡ് വൺ ഈ പാത്ത്, നമുക്കൊരു വേ വേണം. ആൻഡ് ഓൾസോ തേർഡ് വൺ ഈസ് ലോഡ്, നമുക്കൊരു ലോഡ് വേണം. സോ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടോർച്ചിൽ എന്തൊക്കെയാണ്? നമ്മുടെ ബാറ്ററി, അതിലെ ബാറ്ററി ആണ് നമ്മൾ ഇവിടെ സോഴ്സ് ആയിട്ട് എടുക്കുക. ബാറ്ററി ആണ് ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? ആൻഡ് അവിടെ വയേഴ്സ് ആണ് നമ്മുടെ പാത്ത് ആയിട്ട് ആക്ട് ചെയ്യുക.
സോ ടോർച്ച് എടുക്കുകയാണെങ്കിൽ അവിടെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബാറ്ററി ആണ് ആൻഡ് വയേഴ്സ് ആണ് അതിലെ പാത്ത്. സോ ലോഡ് എന്തായിരിക്കും? ബൾബ്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ 3 ഘടകങ്ങളാണ് ഒരു ഇലക്ട്രിസിറ്റിയിൽ മെയിൻ ആയിട്ട് വേണ്ടുന്നത്. സോ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിക്കേ. ബാറ്ററി എന്ന് പറയുന്നത് ഇതാണ്, ഒരു 3 വോൾട്ട് ബാറ്ററി ആണ്. ആൻഡ് ഓൾസോ നമുക്കറിയാം ബാറ്ററിയിൽ തന്നെ എന്താണ്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്, പോസിറ്റീവ് ടെർമിനലും ഉണ്ട്. അതാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ലെങ്ത് ഉള്ള ലൈനാണ് എന്ത്? പോസിറ്റീവ്. ആൻഡ് ലെങ്ത് കുറഞ്ഞ ലൈനാണ് നെഗറ്റീവ്. അതങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ 3 വോൾട്ട് ബാറ്ററി ആണ് നമ്മുടെ ഈ ഫിഗറിലെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, അവിടെ വയേഴ്സ് ഉണ്ട്. സോ ഇലക്ട്രോൺ ഫ്ലോ ഇവിടെ ഒരു ആരോ ഇട്ട ഡയറക്ഷനിലൂടെ കാണിക്കുന്നുണ്ട്. സോ അതിൽ കൂടി ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാം. ഓൾസോ നമ്മുടെ ലോഡ് എന്താണ് ഇവിടെ? അവിടെ L1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ബൾബാണ് നമ്മുടെ ഇവിടുത്തെ ലോഡ്. സോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ടേം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. സോ ബട്ട് നമ്മൾ ഇതിപ്പോ ബേസിക്സ് കവർ ചെയ്യുന്നുണ്ടാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് സ്ലൈഡ്. കീ ഇലക്ട്രിക്കൽ ടേംസ്. കീ ഇലക്ട്രിക്കൽ ടേംസ് ആയിട്ട് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത് നമുക്കറിയാം. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. സോ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞു, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്നുള്ളത് അല്ലേ. അപ്പൊ ആ ഇലക്ട്രോൺസിന്റെ ഫ്ലോയ്ക്ക് ഒരു പുഷ് വേണം, അതായത് ഒരു ഫോഴ്സ് വേണം. ആ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? വോൾട്ടേജ്. നെക്സ്റ്റ് കറണ്ട്. വോൾട്ടേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വി എന്ന് പറഞ്ഞ ആൽഫബറ്റ് വെച്ചിട്ടാണ്. സോ നെക്സ്റ്റ് കറണ്ട്. കറണ്ട് ഐ. സോ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, ആ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയിനെയാണ് എന്തെന്ന് പറയാ? കറണ്ട് എന്ന് പറയാ. നെക്സ്റ്റ് റെസിസ്റ്റൻസ്, ഒപ്പോസിഷൻ ടു ഫ്ലോ. ആ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയിന് ഒരു ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ, ഒരു ഒപ്പോസിഷൻ ഉള്ളത് കൊണ്ടാണ് അതിനെ എന്തെന്ന് പറയാ? റെസിസ്റ്റൻസ് എന്ന് പറയാം. സോ 3 ടേം നമ്മളിവിടെ പഠിച്ചു, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. സോ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് വാട്ടർ അനലോഗി പറയാം. അതായത് ഇപ്പം ഒരു പൈപ്പിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വാട്ടറിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കാണും അവിടെ, ഫോഴ്സ്. അതിനെയാണ് നമുക്ക് എന്തുകൊണ്ട് എന്താന്ന് പറയാം? വോൾട്ടേജ് ആയിട്ട് ഇവിടെ മീൻ ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? ആ വാട്ടർ ഒഴുകുന്ന ആ ഫ്ലോ, ആ ഫോഴ്സിനെയാണ് എന്താ പറയാ? ഫ്ലോയിനെയാണ് എന്താ പറയാ? കറണ്ട്. ഓക്കെ ആണോ? സോ വാട്ടറിനുള്ള പ്രഷറിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയാ. വാട്ടറിന്റെ ഫ്ലോയിനെയാണ് ഇവിടെ കറണ്ട് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? റെസിസ്റ്റൻസ്. ഇപ്പൊ നമ്മളൊരു നാരോ പൈപ്പിൽ കൂടെയാണ് ആ ഇലക്ട്രിസിറ്റി പോകുന്നത്, അതായത് വെള്ളം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും? ഒരു തടസ്സം കാണും അല്ലെ. അതിനെയാണ് ഇവിടെ എന്താന്ന് പറയാ? റെസിസ്റ്റൻസ് എന്ന് പറയാം. സോ ഒരു വാട്ടർ അനലോഗി വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ടേംസ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ടേംസ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു ലോ അറിയാം, എന്താണ്? ഓംസ് ലോ. സോ ഓംസ് ലോ സിംപ്ലി എന്താണ് പറയുന്നത്? കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അല്ലെ. അപ്പൊ കറണ്ടും വോൾട്ടേജ്, അതായത് കറണ്ട് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് കൂടും. ബട്ട് നമുക്ക് എന്താണ് ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് വരും. സോ ഇവിടെ ഐ നമുക്ക് അറിയാം കറണ്ട് ആണ്, വി ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ആൻഡ് ആർ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ അതാണ് സിംപ്ലി പറഞ്ഞുകൊണ്ട് പോകുന്നത്. സോ നെക്സ്റ്റ് സ്ലൈഡ്. വാട്ട് ഈസ് എ സർക്യൂട്ട്? സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ഒരു സർക്യൂട്ട് കണ്ടായിരുന്നു അല്ലെ, അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആയിരുന്നു അല്ലെ. അപ്പൊ കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് എന്ത് ലൂപ്പിലായിരിക്കും? ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്പിൽ കൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. സോ മസ്റ്റ് കണക്ട് സോഴ്സ്, പാത്ത് ആൻഡ് ലോഡ് പ്രോപ്പർലി. സോ നമ്മൾ ഇലക്ട്രിസിറ്റി എന്നുള്ള ടേം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു സോഴ്സ്, പാത്ത് ആൻഡ് ലോഡിന്റെ കാര്യമൊക്കെ. സോ അതാണ് ക്ലോസ്ഡ് ലൂപ്പ്. ഇപ്പോ ആ ലൂപ്പ് ഓപ്പൺ ആണെങ്കിൽ എന്താണ്? കറണ്ട് ഫ്ലോ ചെയ്യില്ല. അവിടെ എക്സാമ്പിൾസ് ആയിട്ട് 2 ഫിഗേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ട്, ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ക്ലോസ്ഡ് സർക്യൂട്ട്. സോ അതിൽ ആ ബൾബ് ശ്രദ്ധിച്ചാൽ അറിയാം, ഓപ്പൺ സർക്യൂട്ടിൽ എന്താണ്? കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ആ ബൾബ് ഗ്ലോ ആവാത്തത്. സോ ക്ലോസ്ഡ് സർക്യൂട്ടിൽ നോക്കിക്കേ, അത് പാത്ത് ക്ലോസ്ഡ് ആണ്. സോ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ എന്താണ്? ബൾബ് ലൈറ്റ്സ് അപ്പ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് സ്ലൈഡ്. സീരീസ് വേഴ്സസ് പാരലൽ. സോ കണക്ഷൻസ് 2 ടൈപ്സ് ഉണ്ട്, സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷൻ. സീരീസ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഫ്ലോസ് ഇൻ വൺ പാത്ത്. കറണ്ട് എന്ന് പറയുന്നത് ഒരു പാത്തിൽ കൂടെ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. ആൻഡ് പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഹാസ് മൾട്ടിപ്പിൾ പാത്ത്സ്. ഒരു പാത്ത് അല്ല അവിടെ കറണ്ടിന് ഫ്ലോ ചെയ്യാനായിട്ടുള്ളത്, ഒന്നിൽ കൂടുതൽ പാത്ത്സ് അവൈലബിൾ ആണ്. സോ നമ്മളിപ്പം എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മൾ പണ്ട് ക്രിസ്മസ് ട്രീയിലൊക്കെ ലൈറ്റ്സ് ഇടില്ലേ, അപ്പൊ അതെന്തായിരുന്നു?
സീരീസ് കണക്ഷന് എക്സാമ്പിൾ ആണ്. അതായത് അതിൽ ഒരു ബൾബ് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ബാക്കിയുള്ള ഒന്നും കത്തില്ല, അത് ഫുള്ളി ഡാമേജ് ആയിപ്പോവും. പക്ഷെ നമ്മളിപ്പം പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്താ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഹൗസ് വയറിംഗ് ഒക്കെ എടുക്കാം. അതായത് ഇപ്പൊ ഒരു ലൈറ്റ് ഡാമേജ് ആയാലും, നമ്മുടെ വീട്ടിലൊക്കെ ഒരു ലൈറ്റ് ഡാമേജ് ആയാലും ബാക്കി എല്ലാത്തിനും എന്തെങ്കിലും പ്രശ്നം വരുമോ? ആ ഫാനും ലൈറ്റും ഒക്കെ എന്താണ്, വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ ബൾബിന് മാത്രമായിരിക്കും, അല്ലെ ലൈറ്റിന് മാത്രമായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക. അപ്പൊ നമ്മൾ വീടുകളിലൊക്കെ വീടുകളിൽ മെയിൻ ആയിട്ട് എന്താണ്, പാരലൽ വയറിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ സീരീസും പാരലലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കുറച്ച് ഇലക്ട്രിക്കൽ ടൂൾസ് നോക്കാം. സോ വർക്കിംഗ് വിത്ത് ഇലക്ട്രിസിറ്റി ക്യാൻ ബി ഡേഞ്ചറസ് ഇഫ് നോട്ട് ഡൺ വിത്ത് പ്രോപ്പർ ടൂൾസ്. നമ്മൾ പ്രോപ്പർ ടൂൾസ് ഉപയോഗിച്ച് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താകാം, അത് ഡേഞ്ചറസ് ആകാം. സോ ദീസ് ടൂൾസ് ആർ എസെൻഷ്യൽ ഫോർ സേഫ്റ്റി ബിൽഡിംഗ് ഇലക്ട്രോണിക് ഡിവൈസസ്. സോ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ടൂൾസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ബ്രെഡ് ബോർഡ്. ബ്രെഡ് ബോർഡ് എന്താണ്, നമുക്കൊക്കെ ഓൾറെഡി ഫെമിലിയർ ആണ്. ഇറ്റ് ഈസ് ആൻ essential tool for prototyping and building temporary circuits. ടെമ്പററി സർക്യൂട്ട്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ബ്രെഡ് ബോർഡ്. ദീസ് ബോർഡ്സ് കണ്ടെയ്ൻ ഹോൾസ് ഫോർ ഇൻസേർട്ടിംഗ് വയർ ആൻഡ് കമ്പോണൻസ്. ഇതിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്. സോ ഹോൾസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വയറും കമ്പോണൻസും ഒക്കെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് സർക്യൂട്ട്സ് പ്രോട്ടോടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ബ്രെഡ് ബോർഡിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്കമിങ് സ്ലൈഡ്സിൽ പഠിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. എന്താണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ? നിങ്ങളുടെ ചിലരുടെ വീട്ടിലെങ്കിലും കാണുമായിരിക്കും മൾട്ടിമീറ്റർ, അല്ലെ? അതായത് മൾട്ടിമീറ്റർ നമുക്ക് മെയിൻ ആയിട്ട് എന്തിനൊക്കെ യൂസ് ചെയ്യാം, കറണ്ട് മെഷർ ചെയ്യാനും വോൾട്ടേജ് മെഷർ ചെയ്യാനും, അതായത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനും ഒക്കെ നമുക്ക് മൾട്ടിമീറ്റർ യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് ബാറ്ററി ഹോൾഡേഴ്സ്. ബാറ്ററി ഹോൾഡേഴ്സ് ആ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ എന്താണ്, ഒരു പ്ലാസ്റ്റിക് കേസ് ആണ്. അതെന്താണ്, ബാറ്ററീസ് ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതിൽ ഫ്രം 9 വോൾട്ട് ടു AA ബാറ്ററീസ് വരെ അതിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വയർ കട്ടർ. വയർ കട്ടർ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. സോ നിങ്ങളുടെ വീടുകളിലൊക്കെ കാണും വയർ കട്ടർ, അല്ലേ? സോ വയർ കട്ടേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ സ്ട്രിപ്പിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് സോളിഡ് കോപ്പർ വയർ. ഈ വയേഴ്സ് ഒക്കെ സ്ട്രിപ്പ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും എന്താണ്, വയർ കട്ടർ. സോ നെക്സ്റ്റ് സ്ലൈഡിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം LED. LED is a type of diode ആണ്, ബിക്കോസ് ഇലക്ട്രിക് കറന്റ് ഓൺലി ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ. വൺ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെന്താണ്, ഡയോഡ് ആണ്. സോ നെക്സ്റ്റ് റെസിസ്റ്റർ. റെസിസ്റ്റർ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, റെസിസ്റ്റൻസ് ഒക്കെ പഠിച്ചില്ലേ? സോ റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഓർ കൺട്രോൾ ദ വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ കറണ്ടിന്റെ ഫ്ലോ റെസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനോ ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹീറ്റ് ഗൺ. Heat gun is used to shrink plastic tubing known as a heat shrink to help protect the exposed wire. വയർ ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് ഗൺ യൂസ് ചെയ്ത് പ്ലാസ്റ്റിക് ട്യൂബിങ് ഷ്രിങ്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് സോൾഡറിങ് അയൺ. സോൾഡറിങ് അയണും കുറെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. വെൻ ഇറ്റ്സ് ടൈം ടു ക്രിയേറ്റ് എ പെർമനന്റ് സർക്യൂട്ട്. നമ്മൾ ബ്രെഡ് ബോർഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അതെന്താണ്, ഒരു ടെമ്പററി സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സോൾഡറിങ് അയൺ എന്തിനു യൂസ് ചെയ്യാം, പെർമനന്റ് സർക്യൂട്ട്സിന്റെ കേസിൽ എന്ത് ചെയ്യാം, ആ പാർട്സ് കമ്പോണൻസ് ഒക്കെ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോൾഡറിങ് അയൺ യൂസ് ചെയ്യാം. സോ കമ്പോണൻസ് ഒക്കെ ടൂൾസ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സ്ലൈഡ്, സേഫ്റ്റി മെഷേഴ്സ്. നമ്മളിപ്പം ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. Do not connect power to a circuit until the circuit is completed. സർക്യൂട്ട്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്യൂട്ട് കംപ്ലീറ്റ് ആവാതെ അത് എന്ത് ചെയ്യരുത്, പവറുമായിട്ട് കണക്ട് ചെയ്യരുത്. ഓക്കെ, അതാണ് ഫസ്റ്റ് സേഫ്റ്റി മെഷർ, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ് വൺ, നെവർ വർക്ക് ഓൺ എ സർക്യൂട്ട് വൈൽ പവർ ഈസ് സ്വിച്ച്ഡ് ഓൺ. പവർ ഓൺ ആയിട്ട് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യരുത്, സർക്യൂട്ടിൽ വർക്ക് ചെയ്യരുത്. എപ്പോഴും അത് ഷുവർ ചെയ്യുക, സ്വിച്ച് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യരുത്, സർക്യൂട്ടിൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ നെവർ ടച്ച് എനി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. അത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്, നമ്മുടെ വീട്ടിലൊക്കെ പറയില്ലേ, നനഞ്ഞ കൈ വെച്ച് സ്വിച്ച് ഇടരുത് എന്നൊക്കെ. അതേപോലെ തന്നെയാണ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒരിക്കലും നനഞ്ഞ കൈ കൊണ്ട് വർക്ക് ചെയ്യരുത്. യുവർ വർക്ക് ഏരിയ മസ്റ്റ് ഓൾവേസ് ബി കെപ്റ്റ് ഡ്രൈ. വർക്ക് ഏരിയ എപ്പോഴും എന്തായിരിക്കണം, ഡ്രൈ ആയിരിക്കണം. അവരുടെ ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് ഒന്നും പാടില്ല.
So if you smell anything burning, immediately disconnect the power and examine your circuit to find out what went wrong. അതായത് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു ബേണിംഗ് സ്മെല്ല് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അപ്പൊ തന്നെ പവർ ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് എവിടെയായിരുന്നു പ്രോബ്ലം, എന്താണ് പറ്റിയെന്നുള്ളത് അപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. So next one, always use appropriate insulated rubber gloves and goggles while working on any branch circuit or other electrical circuit. Electrical circuits ഒക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻസുലേറ്റഡ് റബ്ബർ ഗ്ലോവ്സും ആൻഡ് ഗോഗിൾസും ഒക്കെ വെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ സേഫ്റ്റി മെഷേഴ്സ് വേറെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇലക്ട്രോണിക് കളർ കോഡ്. നമ്മൾ ഈ റെസിസ്റ്റേഴ്സിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന്റെ ബാൻഡ്സ് കണ്ടിട്ടില്ലേ? ഇപ്പൊ ദാണ്ട് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബാൻഡ്, സെക്കൻഡ് ബാൻഡ്, ആൻഡ് അവിടെ ഒരു മൾട്ടിപ്ലെയർ കാണും ആൻഡ് ടോളറൻസ് കാണും. അപ്പൊ ഇലക്ട്രോണിക് കളർ കോഡ് എന്തിനാ ശരിക്കും യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ വാല്യൂസും റേറ്റിംഗ്സും ഒക്കെ നമുക്ക് ഈ കളർ കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ യൂഷ്വലി നിങ്ങൾ റെസിസ്റ്റേഴ്സിലായിരിക്കും ഇത് കണ്ടിട്ടുള്ളത്, ബട്ട് ഓൾസോ എന്താണ് കപ്പാസിറ്റേഴ്സിലും ഇൻഡക്ടേഴ്സിലും ഡയോഡ്സിലും എല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്. സോ ഈ കളർ കോഡ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ടു ഡിസ്റ്റിംഗ്വിഷ് ലെഫ്റ്റ് ഫ്രം റൈറ്റ് ദർ ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ സി ആൻഡ് ഡി ബാൻഡ്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്, ലെഫ്റ്റിന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ എപ്പോഴും ഇത് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ കണ്ടോ, എ ബി സി, ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എ ബി സി ഡി, ആൻഡ് ആ സിന്റെയും ഡിന്റെയും ബാൻഡിന്റെ ഇടയ്ക്ക് എന്താണ്, ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നോക്കുക ആൻഡ് സിന്റെയും ഡിന്റെയും ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓൾസോ ഇവിടെ ദാണ്ട് എയും ബിയും സിയും ഡിയും എന്താണെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഓഫ് കമ്പോണന്റ് വാല്യൂ. ലെഫ്റ്റ് സൈഡിൽ എ ആണ് ദ ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ. ബി എന്താണ്? ദ സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ. സം പ്രിസിഷൻ റെസിസ്റ്റേഴ്സ് ഹാവ് എ തേർഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ. സോറി, ഓക്കെ, ഇവിടെ ഇപ്പൊ 4 ബാൻഡ്സ് ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 5 ബാൻഡ്സ് ഉള്ള റെസിസ്റ്റേഴ്സും അവൈലബിൾ ആണ്. സോ ബി എന്ന് പറഞ്ഞ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. നെക്സ്റ്റ് സി. സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡെസിമൽ മൾട്ടിപ്ലെയർ ആയിരിക്കും. സോ നമ്പർ ഓഫ് ട്രailing സീറോസ് ഓർ പവർ ഓഫ് 10 മൾട്ടിപ്ലെയർ ആയിരിക്കും. ഡെസിമൽ മൾട്ടിപ്ലെയർ ആയിട്ട് നമ്മൾ എപ്പോഴും സി എന്ന് പറയുന്ന ബാനിൽ യൂസ് ചെയ്യാം. സോ ഡി പ്രസന്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടോളറൻസ് വാല്യൂ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതാണ് റെസിസ്റ്റേഴ്സിനുള്ള കളർ ബാൻഡ് സിസ്റ്റം. ഇവിടെ കണ്ടോ, ബ്ലാക്കിന് അവര് കോളംസ് കൊടുത്തിട്ടുണ്ട്. ഓരോ കളറിനും ഓരോ ബാൻഡ് വാല്യൂസ് ആണ്. അതിലെ മൾട്ടിപ്ലെയർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്, തേർഡ് ബാൻഡ് അതായത് നമ്മുടെ മൾട്ടിപ്ലെയർ കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഫോർത്ത് ബാൻഡിലുള്ള നമ്മുടെ ടോളറൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് ഒരു നിമോണിക് ഉണ്ട്. എന്താണ്? ബി റോയി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് വിത്ത് ഗോൾഡ് സിൽവർ നെക്ലസ്. ഇതിലെ ആ ബോൾഡ് ചെയ്തിരിക്കുന്ന ഓരോ ലെറ്റേഴ്സും ഓരോ കളേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ബി റോയ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, ആ ഒരു ഫ്ലോയിലല്ലേ ഇത് പോകുന്നത്. അതിന് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഓരോ കളേഴ്സും ഓരോ ലെറ്റേഴ്സും ഏത് കളേഴ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതൊരു ഷോർട്ട് കട്ട് പോലെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ്. നെക്സ്റ്റ് ഇവിടെ ഒരു ഡെമോ കാണിച്ചിട്ടുണ്ട്. ഹൗ ടു കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നൊരു ഡെമോ കാണിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ബാൻഡ് വാല്യൂ, അതായത് നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റ് ആൻഡ് സെക്കൻഡ് ബാൻഡ് വാല്യൂ, പിന്നെന്താണ് മൾട്ടിപ്ലൈഡ് ബൈ മൾട്ടിപ്ലെയർ വാല്യൂ ഓഫ് തേർഡ് ബാൻഡ്. പിന്നെ നമുക്ക് എന്താണ് ടോളറൻസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കണം. സോ ഇവിടെ ഇപ്പൊ എന്താണ്, ഫസ്റ്റ് ബാൻഡ് റെഡ് ആണ്. റെഡ് നമുക്കറിയാം, ഇതിൽ എന്താണ് റെഡിന് എന്താണ് 2 ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ബാൻഡ് വരുന്നത്. സോ ഇവിടെ എന്താണ് റെഡിന് 2 കൊടുത്തു, ഫസ്റ്റ് ബാൻഡ് 2. സോ സെക്കൻഡ് ബാൻഡ് എന്താ ഇവിടെ, അതും റെഡ് ആണ്. അപ്പൊ അതും നമുക്ക് എന്താണ് 2 എന്ന് കൊടുക്കാം. ഇൻറ്റു തേർഡ് ബാൻഡ് ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ബ്രൗൺ ആ.
ബ്രൗൺ എന്താ വരിക, നമ്മുടെ ആ ചാർട്ട് എടുക്കുമ്പോൾ ബ്രൗൺ കണ്ടോ. മൾട്ടിപ്ലയർ എന്താ വന്നിരിക്കുന്നത്, 10 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, 22 ഇൻറ്റു 10 അതെങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും, 220 ഓം. ആൻഡ് ഓൾസോ ടോളറൻസ് ഉണ്ട്, ഇവിടെ ഗോൾഡൻ കളറാണ് ടോളറൻസ് വന്നിരിക്കുന്നത്. സോ ടോളറൻസ് ഇവിടെ എന്താണ്, ഗോൾഡൻ കളർ ആയതുകൊണ്ട് തന്നെ +or- 5% നമുക്ക് ടോളറൻസ് ആയിട്ടും അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ ഇത്രയും? ഓക്കെ, സോ ഹൗ ടു കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ റെസിസ്റ്റർ വരെ നമ്മളിപ്പോ കണ്ടത്. നെക്സ്റ്റ് ബ്രെഡ് ബോർഡ്. സോ ബ്രെഡ് ബോർഡ് നമ്മൾ നേരത്തെ ടൂൾസിൽ പഠിച്ചപ്പോൾ ഫസ്റ്റ് പഠിച്ചത് ബ്രെഡ് ബോർഡ് ആണ്. സോ ബ്രെഡ് ബോർഡ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം, ബിക്കോസ് നമ്മൾ ടിങ്കർ കാഡിലൊക്കെ ബ്രെഡ് ബോർഡ് വെച്ചിട്ടുള്ള സർക്യൂട്ട്സ് ആണ് ചെയ്യുന്നത്. സോ ബ്രെഡ് ബോർഡ് ബേസിക്കലി നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഈ ടൂൾ ഫോർ പ്രോട്ടോടൈപ്പിംഗ് സർക്യൂട്ട്സ് വിത്തൗട്ട് സോൾഡറിങ്. സോൾഡറിങ് ഇല്ലാതെ നമുക്ക് സർക്യൂട്ട്സ് പ്രോട്ടോടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂൾ ആണ് ബ്രെഡ് ബോർഡ്. അതെന്താണ്, റീയൂസബിൾ ആണ് ആൻഡ് ഈസി ടു റീഅറേഞ്ച് കണക്ഷൻസ് സോൾഡറിങ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് എന്താണ്, തേർഡ് പോയിന്റ് ഈസ് ഹാസ് ഇന്റേണൽ മെറ്റൽ സ്ട്രിപ്സ് ടു കണക്ട് റോസ് ഓർ കോളംസ്. റോസും കോളംസും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റേണൽ ആയിട്ട് അതിൽ മെറ്റൽ സ്ട്രിപ്സ് ഉണ്ട്. നെക്സ്റ്റ് ഇതാണ് ബ്രെഡ് ബോർഡിന്റെ പാർട്സ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്താണ്, ബസ് സ്ട്രിപ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ ആയിട്ട് കാണുന്ന ഈ രണ്ട് പാർട്ടാണ് ബസ് സ്ട്രിപ്സ്. ആൻഡ് ഒരു സെന്റർ ഡിവൈഡർ ഉണ്ട്. ആൻഡ് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഇതിനെയാണ് എന്തെന്ന് പറയാ, ടെർമിനൽ സ്ട്രിപ്സ് എന്ന് പറയാം. അപ്പൊ ബസ് സ്ട്രിപ്സിന്റെ ഇതെന്ന് പറഞ്ഞാൽ ലോങ് കോളംസ് ഓൺ സൈഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം എന്താണ്, ബസ് സ്ട്രിപ്സ് ആണ്. അത് നമ്മൾ പവർ സപ്ലൈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ബസ് സ്ട്രിപ്സ് യൂസ് ചെയ്യുന്നത്. അവിടെ പ്ലസ് സൈനും മൈനസ് സൈനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ VCCയും ഗ്രൗണ്ടും ഒക്കെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ടെർമിനൽ സ്ട്രിപ്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. സെൻട്രൽ ഏരിയ വിത്ത് കോളംസ്, യൂഷ്വലി 5 ഹോൾസ് പെർ സൈഡ്. നോക്കിയാൽ അറിയാം, ഈ ഒരു സൈഡിൽ എന്താണ് 5 ഹോൾസ് ആണ് വെർട്ടിക്കൽ ആയിട്ട് കാണുന്നത്. അതേപോലെ ഒരു സെന്റർ ഡിവൈഡർ ഉണ്ട്. ആൻഡ് പിന്നെ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന്. അപ്പൊ ഇവിടുന്ന് 5 ഹോൾസ് ഉണ്ട്. ഈച്ച് റോ കണക്റ്റഡ് ഇന്റേർണലി, ഓരോ റോയും ഇന്റേർണലി ആണ് കണക്ട് ചെയ്യുന്നത്. സോ യൂസ്ഡ് ടു പ്ലേസ് ICs, റെസിസ്റ്റേഴ്സ്, LEDs എക്സെട്ര. സോ നമ്മുടെ കമ്പോണൻസ് എല്ലാം ഇതിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മൾ സെന്റർ ഡിവൈഡറും പറഞ്ഞിട്ടുണ്ട്. സോ ബ്രെഡ് ബോർഡിൽ ഇത്രയാണ് പാർട്സ് വരുന്നത്. സോ നെക്സ്റ്റ് ഇനി നമുക്ക് എന്താണ്, നമ്മുടെ ടൂള്, ഓൺലൈൻ ടൂളായ ടിങ്കർ കാഡിലേക്ക് പോവാം. സോ ടിങ്കർ കാഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അതൊരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഈസി ആയിട്ട് എന്താണ്, ഇലക്ട്രോണിക്സ് പഠിക്കാൻ പറ്റുന്ന എല്ലാ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അതിലൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് എഡിറ്റർ ആണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും കണക്ട് ചെയ്യാനും വിർച്വൽ പ്രോജക്ട്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. So Tinkercad helps you facilitate your learning virtually to understand and break down complex concepts. നമുക്ക് അതിൽ എന്ത് കണക്ഷൻസ് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഫിസിക്കൽ ആയിട്ട് കമ്പോണൻസിന്റെ ആവശ്യമില്ല. അതിലെല്ലാ കമ്പോണൻസും അവൈലബിൾ ആണ്. സോ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണക്ഷൻസ് ചെയ്ത് പഠിക്കാൻ പറ്റും. എല്ലാം എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കമ്പോണൻസ് ഒന്നും ഡാമേജ് ഉണ്ടാവുന്നില്ലല്ലോ. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കണക്ഷൻസ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് Tinkercad. അപ്പൊ നമുക്ക് അതിൽ എങ്ങനെയാണ് ഇതിന്റെ ലോഗിനും കാര്യങ്ങളും എന്നൊക്കെ നോക്കാം. സോ ഇവിടം വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
സോ നമുക്ക് ഇനി നെക്സ്റ്റ് ടിങ്കർ കാഡ് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പൊ PCs ലാപ്ടോപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവര് ഗൂഗിൾ ക്രോം എടുക്കുക. ഞാൻ പ്രസന്റ് ചെയ്ത് കാണിക്കാം. ഗൂഗിളിൽ പോയിട്ട് ടിങ്കർ കാഡ് എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ടിങ്കർ കാഡ് സെലക്ട് ചെയ്യുക. ഇതില് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉള്ള ടിങ്കർ കാഡ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ ലോഗിൻ ചെയ്യാം. ആദ്യമായിട്ടാണ് ടിങ്കർ കാഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈൻ അപ്പ് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് എ പേഴ്സണൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഏതെങ്കിലും അക്കൗണ്ട് ഗൂഗിളിൽ സൈൻ ഇൻ ആണെങ്കിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്സ് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ മിസ്സായി പോയി എന്നുള്ളവർ കമന്റ് ഇട്ടാൽ മതി. സോ ഇതാണ് നമ്മുടെ ടിങ്കർ കാഡിന്റെ ഇന്റർഫേസ്. ടിങ്കർ കാഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ 3D ഡിസൈൻ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൽ, ആൻഡ് സർക്യൂട്ട്സ് ആൻഡ് ഓൾസോ കോഡ് ബ്ലോക്സും ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിൽ സർക്യൂട്ട്സ് ആണ് ഇപ്പൊ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നമുക്കൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. എല്ലാരും ഒന്ന് സൈൻ അപ്പ് ചെയ്യാൻ നോക്കുക. ഈ ഒരു ടിങ്കർ കാഡിന്റെ ഇന്റർഫേസിൽ എത്തിയവരെ ഒന്ന് ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇടണേ. ഓക്കെ ഓക്കെ, താങ്ക് യു ഋഷി. മാക്ബുക്ക് പ്രോ. വേദിക് വിനോദിന് ഏത് സ്റ്റെപ്പാണ് മിസ്സായി എന്നുള്ളത് ഒന്ന് കമന്റ് ഇടാമോ? ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഷുവർ ഷുവർ. ഓക്കെ, വേദിക് വിനോദ് ആദ്യം ഗൂഗിൾ ക്രോമിൽ പോവുക, ടിങ്കർ കാഡ് എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ ഒന്നും കൂടി കാണിക്കാം. ക്രോമിൽ പോവുക, ടിങ്കർ കാഡ് എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് വരുന്ന പ്ലാറ്റ്ഫോം കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് എനിക്കത് ഡയറക്റ്റ് വരും. ഞാൻ ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്നും കൂടി കാണിക്കാം.
ടിങ്കർ കാഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും. അവിടെ എന്ത് ചെയ്യുക, ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിൻ ചെയ്യുക. ആദ്യമായിട്ടാണ് ടിങ്കർ കാഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈൻ അപ്പ് കൊടുക്കുക. അവിടെ എന്താണ് ക്രിയേറ്റ് എ പേഴ്സണൽ അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഗൂഗിളുമായിട്ട് സൈൻ ആണെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി. സോ എന്നിട്ട് ആ അക്കൗണ്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ സ്റ്റെപ്സ്. ദെൻ ലോഗിൻ ആവും നമ്മൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. വാസുദേവ് കൃഷ്ണയ്ക്ക് എവിടെയാണ് മിസ്സായത്? ലോഗിൻ കോഡിൽ ക്ലിക്ക് ചെയ്യണ്ട. ടിങ്കർ കാഡിൽ പോവാ. നിങ്ങളുടെ മെയിൽ ഐ ഡി ഓൾറെഡി ഗൂഗിളുമായിട്ട് സൈൻ ഇൻ. ഞാൻ ഒന്നും കൂടി കാണിക്കാം. വെയിറ്റ്. ഓക്കെ ഓക്കെ അഭിന. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. ഇതില് ടിങ്കർ കാഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് കിടക്കുന്ന ടിങ്കർ കാഡ് എന്ന് പറഞ്ഞതിൽ തന്നെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ഓപ്ഷൻസ് ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട. ടിങ്കർ കാഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, സൈൻ അപ്പ് കൊടുക്കുക. അക്കൗണ്ട് ഇല്ലാത്തവര് എന്ത് ചെയ്യുക, സൈൻ അപ്പ് കൊടുത്തിട്ട് നിങ്ങൾ പുതുതായിട്ട് ഒരു അക്കൗണ്ട് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ക്രിയേറ്റ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. അപ്പൊ ഗൂഗിളിൽ ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ആയി കിടക്കാനാണ് ചാൻസ്. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് നിങ്ങളുടെ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? ആ ഓക്കെ, അഭിനവിന് കിട്ടി. ബാക്കി എല്ലാവർക്കും ഓക്കെ ആയോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.
സോ ക്രിയേറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സർക്യൂട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ സർക്യൂട്ട്സ്, ടിങ്കർകാഡ് സർക്യൂട്ട്സിന്റെ ഇന്റർഫേസ്. ഇവിടെ എന്താണ്, നിങ്ങളിപ്പം പ്രോജക്റ്റിന്റെ നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കണ്ടോ, ടിങ്കർകാഡ് എന്നുള്ള ലോഗോ ഉള്ളതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ അവർ ഓൾറെഡി പ്രോജക്റ്റിന് ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണ്, ഞാനിപ്പോ പ്രോജക്റ്റ് 1 എന്ന് കൊടുക്കുകയാണ്. സോ പ്രോജക്റ്റ് 1. സോ ഞാൻ എന്റെ പ്രോജക്റ്റിന് റീനെയിം ചെയ്ത് പ്രോജക്റ്റ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ എന്താണ്, ഇവിടെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ കമ്പോണന്റ് സെഷൻ. ഇവിടെ നമുക്ക് കമ്പോണൻസ് സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവിടെ കമ്പോണൻസിന് എന്തുണ്ട്, കാറ്റഗറീസ് ഉണ്ട്, ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. റെസിസ്റ്റർ ഉണ്ട്, LED, പുഷ് ബട്ടൺ, കപ്പാസിറ്റർ, ബാറ്ററി, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കമ്പോണൻസ് ആണ്. ആൻഡ് ഓൾസോ ഈ കമ്പോണൻസിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ എന്താണ്, സ്വിച്ച് ടു ഡീറ്റെയിൽ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം എന്താ, ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടി ഇതിൽ കിട്ടും. സോ അത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, റെസിസ്റ്ററിന്റെ ഡിസ്ക്രിപ്ഷൻ, അതേപോലെ ഓരോ കമ്പോണൻസിന്റെയും ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇതിൽ ഇപ്പൊ ഈ റെസിസ്റ്റർ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ റെസിസ്റ്ററിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, എന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യാന്നുണ്ടാവും, അതിന്റെ കണക്ഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് അവർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കമ്പോണൻസിനും ഉണ്ട് ഇത്. LED എടുത്താലും അതിലും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കണക്ട് ചെയ്യണ്ടേ, അത് ടിങ്കർകാഡിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തനിയെ തന്നെ ഇതിൽ കുറെ എക്സ്പ്ലോർ ചെയ്യാം. സോ ഇതിലെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ വ്യൂ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ കമ്പോണന്റ് സ്പേസ് എന്ന് ഞാൻ പറഞ്ഞു. സോ ഇതാണ് ഈ സെന്റർ പോർഷൻ ആണ് നമ്മുടെ വർക്ക് സ്പേസ്. സോ ഇവിടെ ഇപ്പൊ റെസിസ്റ്റർ ഇങ്ങോട്ടേക്ക് വർക്ക് സ്പേസിലോട്ട് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കമ്പോണന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് നമുക്ക് വർക്ക് സ്പേസിൽ കൊണ്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമുക്ക് കമ്പോണൻസ് എല്ലാം വർക്ക് സ്പേസിലോട്ട് കൊണ്ടുവരുന്നത്. ഓൾസോ നമുക്ക് ഇത് നെയിം ചെയ്യാനും റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റും. ആൻഡ് ഇവിടെ ഇപ്പൊ 1 കിലോ ഓമിന്റെ റെസിസ്റ്റർ ആണ് ഉള്ളത്. അത് നമുക്ക് വാല്യൂസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എനിക്കിതിപ്പം 220 ഓം നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേപോലെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് അടിച്ച് 1 കളഞ്ഞിട്ട് എനിക്ക് ഇവിടെ 220 ഇട്ട് കൊടുക്കാം. ഓം ആണ് എനിക്ക് വേണ്ടത്, ബട്ട് ഇവിടെ ഇപ്പൊ എന്താ, കിലോ ഓമാ കിടക്കുന്നത്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടോ ഓംസിന്റെ എല്ലാ റേഞ്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കിലോ ഓം ആണ് കിടന്നത്, എനിക്ക് ഓം ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ കണ്ടോ, ഞാനത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താ, അതിന്റെ കളറും മാറി. നമ്മൾ നേരത്തെ റെസിസ്റ്റർ പഠിച്ചില്ലായിരുന്നോ, 220 ഓമിന്റെ നമ്മൾ എങ്ങനെയായിരുന്നു കളർ കോഡ് ചെയ്തത്, 2 റെഡ് കളർ, ഒരു ബ്രൗൺ ആൻഡ് ടോളറൻസ് ഗോൾഡ്. സോ അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് റെസിസ്റ്റൻസിന്റെ പേരും റെസിസ്റ്റൻസ് വാല്യൂവും ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ തന്നെ ഇതിപ്പോ ഞാൻ ഈ റെസിസ്റ്റൻസ് ക്ലിക്ക് ചെയ്താൽ, റെസിസ്റ്റർ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കിടക്കുന്നുണ്ടോ. ഇതാണ് എന്ത്, ഓരോ ഓപ്ഷനിലും നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ തന്നെ അതെന്താണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്, കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതെന്താണ്, നമുക്കിപ്പോ ഈ കമ്പോണന്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് എന്താ, നമ്മൾ ഇതൊക്കെ എല്ലാ സോഫ്റ്റ്വെയർസിലും കാണുന്നതാണ്, അൺഡു റീഡു ബട്ടൺസ് ഉണ്ട്. ആൻഡ് ഓൾസോ എന്താ, ഇത് നോട്ട്സ്, എന്തെങ്കിലും നോട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് എന്താണ് ഇവിടെ കൊണ്ടുവന്ന് നോട്ട് ആഡ് ചെയ്യാം. ഇവിടെ എനിക്ക് എന്താ 220 ഓം റെസിസ്റ്റർ നോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, ഇത് വയർ കളർ. ഇപ്പൊ ഞാനൊരു അത് നമുക്ക് കണക്ഷൻ ചെയ്യുമ്പോൾ പഠിക്കാം. വയർ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ കളേഴ്സ് ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഇതെന്താണ്, വയർ ടൈപ്പ് ചേഞ്ച് ചെയ്യാനായിട്ടും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്.
ആൻഡ് ഓൾസോ ഇപ്പൊ റെസിസ്റ്റർ സെലക്ട് ചെയ്തിട്ട് എനിക്കത് എന്താണ് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് എന്താണ് റെസിസ്റ്റർ റൊട്ടേറ്റ് ആയിട്ട് മാറും. സോ അതൊക്കെയാണ് ഇതിലുള്ള ഓപ്ഷൻസ്. ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിക്കേ ടിങ്കർകാഡിന്റെ ഇന്റർഫേസ്. ഓക്കെ, പറയാം കേട്ടോ. എങ്ങനെയാണ് കമ്പോണൻസ് ജോയിൻ ചെയ്ത് സർക്യൂട്ട്സ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. എല്ലാവരും ഒന്ന് ഇവിടെ എത്തട്ടെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇടണേ. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. എല്ലാവർക്കും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു LED ലൈറ്റ് അപ്പ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താണ് നമുക്ക് സോൾഡറിങ് ഒന്നും ഇല്ലാതെ കണക്ഷൻ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് ബ്രെഡ് ബോർഡ് യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ. സോ നമുക്കൊരു ബ്രെഡ് ബോർഡ് വേണം ആദ്യം. സോ അതിന് സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെ കാട്ടി എന്താണ് ഇവിടെ ഒരു സെർച്ച് ബോക്സ് ഉണ്ട്. നമുക്ക് അവിടെ വന്ന് കേഴ്സർ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രെഡ് ബോർഡ് എന്ന് സെർച്ച് ചെയ്യുക. കണ്ടോ, ബോർഡ് സെലക്ട് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ സൂം ഇൻ ചെയ്തെടുക്കുകയാണ്. ബ്രെഡ് ബോർഡായി. ഇനി എന്തൊക്കെയാ വേണ്ടുന്നേ? ഒരു LED വേണം അല്ലേ? LED ആണ് നമ്മള് LED സെർച്ച് ചെയ്ത് കൊടുക്കുക. സോ LED വന്നു, അത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. അപ്പൊ LED കണ്ടോ, ഒരു കമ്പോണന്റ് ആഡ് ചെയ്തപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. നെയിം വന്നിട്ടുണ്ട്, കളർ വന്നിട്ടുണ്ട്. LED കളർ ഒക്കെ നമുക്കിപ്പോ ഈ റെഡിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാം, അവിടെ കുറെ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അവർ. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇനി എന്താ വേണ്ടുന്നേ? ബാറ്ററി വേണ്ടേ? സോ ബാറ്ററിക്ക് വേണ്ടിയിട്ട് ബാറ്ററി സെർച്ച് ചെയ്യുക. ഒരു 9 വോൾട്ട് ബാറ്ററി എടുക്കാം. ബാറ്ററി ആയി. സോ LED ആയി, ബാറ്ററി ആയി. ഇനി എന്ത് വേണം നമുക്ക്? റെസിസ്റ്റർ വേണം. സോ ഇനി മൂന്നാമത്തെ കമ്പോണന്റ് ആയിട്ട് റെസിസ്റ്റർ സെർച്ച് ചെയ്ത് കൊടുക്കാം. റെസിസ്റ്ററും ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കണക്ഷൻ നോക്കാം. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ബാറ്ററി കണക്ട് ചെയ്യാം. വെച്ചിട്ട് 9 വോൾട്ടിന്റെ നെഗറ്റീവ് ടെർമിനല് ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുക. സോ നമുക്കത് ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ കളർ എന്താ, വയർ കളർ ഞാൻ പറഞ്ഞില്ല, വയർ കളർ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് വയറിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വയർ കളറിന്റെ ഓപ്ഷൻ എടുക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കാം, ബ്ലാക്ക് കൊടുക്കാം. ഇത്ര ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് 9 വോൾട്ടിന്റെ പോസിറ്റീവ് ടെർമിനൽ എവിടെ കൊടുക്കണം, ബ്രെഡ് ബോർഡിന്റെ പോസിറ്റീവ്. സോ അതിന് നമുക്ക് വയർ കളർ എന്ത് കൊടുക്കാം, റെഡ് കൊടുക്കാം. ഓക്കെ അല്ലേ? സോ 9 വോൾട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു, ബാറ്ററി കണക്ട് ചെയ്തു. നെക്സ്റ്റ് എന്താണ്, നമുക്ക് LED ബ്രെഡ് ബോർഡിൽ പ്ലേസ് ചെയ്യാം. LED ഡ്രാഗ് ചെയ്ത് ബ്രെഡ് ബോർഡിൽ പ്ലേസ് ചെയ്തു. ഓക്കെ അല്ലേ? സോ LED നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഈ ലെഗ് ആണ് എന്ത്, ആനോഡ്. ഒരു വളഞ്ഞിരിക്കുന്ന പോലത്തെ ലെഗ് ആണ് ആനോഡ്.
ഈ ലെഗ് ആണ് ആനോഡ് ആൻഡ് ഈ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ലെഗ് ആണ് എന്ത് കാഥോഡ്. സോ ആനോഡ് ആയിരിക്കും പോസിറ്റീവ്, കാഥോഡ് ആയിരിക്കും നെഗറ്റീവ്. സോ നമ്മൾ നേരത്തെ ബ്രെഡ് ബോർഡ് പഠിച്ചപ്പോ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രിപ്സ് ഇവിടെ ഇപ്പൊ ഞാൻ നെഗറ്റീവ് കണക്ട് ചെയ്ത ഈ ഒരു ലൈൻ ഫുൾ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അതാണ് നെഗറ്റീവിന്റെ ഇവിടെ താണ്ട സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലൈൻ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു ലൈൻ ഫുൾ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ വെർട്ടിക്കൽ കണക്ഷന്റെ കാര്യം എടുക്കുമ്പോൾ ഇവിടെ ഇപ്പൊ ഞാൻ ഈ LED കൊണ്ട് പ്ലേസ് ചെയ്താൽ ഈ ഒരു വെർട്ടിക്കൽ ലൈൻസ് ഫുൾ എന്തായിരിക്കും ആനോഡ്, അതായത് പോസിറ്റീവ് ആയിരിക്കും. ഈ വെർട്ടിക്കൽ ലൈൻസ് ഫുൾ എന്തായിരിക്കും കാഥോഡ് ആയിരിക്കും. ക്ലിയർ ആണോ അത്? അങ്ങനെയാണ് നമ്മൾ കണക്ഷൻസ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. സോ ഇവിടെ ആനോഡിന്റെ LED-യുടെ ആനോഡ് അതായത് പോസിറ്റീവ് ലെഗ് ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും വെർട്ടിക്കൽ പോർഷൻസും വെർട്ടിക്കൽ ലൈൻസും പോസിറ്റീവ് ആയിരിക്കും. സോ ഇനി എന്താ നമുക്ക് വേണ്ടുന്നത്? LED പ്ലേസ് ചെയ്തു, ഇനി റെസിസ്റ്റർ. സോ LED-യുടെ കാര്യം ഞാൻ പറഞ്ഞു, ആനോഡും കാഥോഡും ഒക്കെ പറഞ്ഞു. റെസിസ്റ്റൻസിന് എന്താണ് പൊളാരിറ്റി ഇല്ല അല്ലെ, അതുകൊണ്ട് അവിടെ പോസിറ്റീവും നെഗറ്റീവും ഇല്ല. നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം ആദ്യം. റൊട്ടേറ്റ് ചെയ്തു ആൻഡ് ആനോഡിന്റെ LED-യുടെ പോസിറ്റീവ് എവിടാണോ അവിടെ ഞാൻ കൊണ്ട് എന്ത് വെച്ചു, എന്റെ റെസിസ്റ്റർ കണക്ട് ചെയ്തു. അപ്പം ഈ പോസിറ്റീവിന്ന് റെസിസ്റ്റർ കയറി ഈ എന്റെ ലൈൻ ഇപ്പൊ എന്താണ് ഈ റെസിസ്റ്ററിന്റെ എന്റെ ഈ ലെഗും എന്താണ് പോസിറ്റീവ് ആണ്. അതായത് ഞാൻ ഇവിടെ ആനോഡ് പോകുന്ന ആ ലൈനിലാണ് റെസിസ്റ്റർ കണക്ട് ചെയ്തത്. സോ ഇതിലേക്കൂടിയും എന്താണ് പോസിറ്റീവ് ആണ് പോകുന്നത്. സോ ഇനി എന്ത് ചെയ്യാ, ഈ ഒരു വെർട്ടിക്കൽ ലൈൻസ് ഫുള്ളും പോസിറ്റീവ് അല്ലേ, അവിടുന്ന് എനിക്ക് എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ പറ്റും? ബാറ്ററി, നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാം. സോ ഇത് ഇത്രയും പോസിറ്റീവാണ്. ഇനി LED-യുടെ നെഗറ്റീവ് ടെർമിനൽ എവിടെയോട്ട് കണക്ട് ചെയ്യാം? 9 വോൾട്ട് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യാം. സോ ഇത് നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? ഈ വയർ കളറ് ബ്ലാക്ക് കൊടുക്കാം. ഇത്ര ഓക്കെ ആണോ? ഇതാണ് LED-യുടെ സിമ്പിൾ കണക്ഷൻ, LED ലൈറ്റ് അപ്പ് ചെയ്യാനുള്ള. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാ, കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് കൊടുക്കാം? സ്റ്റാർട്ട് സിമുലേഷൻ കൊടുക്കാം. നോക്കിക്കേ, ഇവിടെ LED ഗ്ലോ ആയത് കണ്ടോ? സ്റ്റോപ്പ് സിമുലേഷൻ കൊടുത്താൽ ഓഫ് ആവും, സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്താൽ LED ഓൺ ആയി. മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള കണക്ഷൻ ആണ്. കണക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു ആര്യൻ. എല്ലാരും ഒന്ന് ചെയ്ത് നോക്കിക്കേ ടിങ്കർ കാഡിൽ ഇത്. ഓർഡിനോ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, അത് വരുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യാ ഋഷി. സോ എല്ലാരും ഇത് ചെയ്ത് നോക്കിയോ? LED ഓൺ ഓഫ് ആയോ? കണക്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയോ? സോ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്താലോ ഇനി?
നെക്സ്റ്റ് ഈ LED നമ്മളിപ്പോ എന്താണ് സിമുലേഷൻ വെച്ച് ഓൺ ഓഫ് ആക്കി. നെക്സ്റ്റ് എന്താണ് ഒരു പുഷ് ബട്ടൺ വെച്ച് ഈ LED എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ ആണോ? അതിന് വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ കമ്പോണൻസ് ആ ഇവിടെ വേണ്ടുന്നേ? ഓൾറെഡി LED ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, ബാറ്ററി ഉണ്ട്. ഇനി എന്താ വേണ്ടുന്നേ? പുഷ് ബട്ടൺ ആണ് ഇനി ആഡ് ചെയ്യേണ്ടത്. അപ്പൊ കമ്പോണന്റ് സെക്ഷനിൽ പോയിട്ട് പുഷ് ബട്ടൺ എന്ന് സെർച്ച് ചെയ്യുക. പുഷ് ബട്ടൺ നമ്മുടെ വർക്ക് സ്പേസിലോട്ട് ആഡ് ചെയ്യുക. പുഷ് ബട്ടൺ വെച്ച് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. പുഷ് ബട്ടൺ വരുമ്പോ എങ്ങനെയാ കണക്ഷൻ ചേഞ്ച് ആവുന്നേന്ന്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് കാണിച്ചു തരാം പുഷ് ബട്ടൺ വെച്ചിട്ടുള്ളത്. ആക്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. Ma'am, does this software also help us create circuit diagrams to help in projects? എക്സാക്ട്ലി. നമുക്ക് സർക്യൂട്ട്സ് ഫിസിക്കലി ചെയ്ത് നോക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് വിർച്വലി ഇതില് നമുക്ക് കണക്ഷൻസ് ഒക്കെ നോക്കി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ടിങ്കർക്യാഡ്. നിങ്ങൾക്ക് സർക്യൂട്ട്സിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ആർക്കൊക്കെ കിട്ടി പുഷ് ബട്ടൺ വെച്ച് പ്രോജക്ട് ചെയ്തിട്ട്? ഋഷിക്ക് കിട്ടി. ഞാൻ ഔട്ട്പുട്ട് കാണിക്കാം എങ്ങനെയാണ് വരണ്ടേന്നുള്ളത്. അതിൽ കണക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും.
കാണുന്നുണ്ടോ? സോ ഇതില് സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് എന്താണ് എന്റെ LED ഗ്ലോ ആവും. സോ ഇതിന്റെ കണക്ഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്താണ് 9 വോൾട്ട് ബാറ്ററി ആണ്. അതിന്റെ പോസിറ്റീവ് ലെഗ് ബ്രെഡ് ബോർഡിന്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു ആൻഡ് നെഗറ്റീവ് ലെഗ് ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ആൻഡ് ഓൾസോ ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, LED ഉണ്ട്. LED കളർ ഞാൻ ഇവിടെ ഗ്രീൻ ആയിരുന്നു കൊടുത്തത്. നിങ്ങൾ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കുക. ആൻഡ് എന്താണ് ആനോഡിന് പുഷ് ബട്ടൺ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു സെന്റർ ഡിവൈഡറിൽ. ആൻഡ് എന്താ ആനോഡിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനിലോട്ട് ആ പാത്തിലോട്ട് കണക്ട് ചെയ്തു. ആൻഡ് LED നെഗറ്റീവിലോട്ടാണ് ഞാൻ എന്ത് പുഷ് ബട്ടൺ കണക്ട് ചെയ്തത്. ആൻഡ് പുഷ് ബട്ടന്റെ നെഗറ്റീവിന്ന് റെസിസ്റ്ററിലോട്ട് പോയി. ആൻഡ് റെസിസ്റ്റർ എവിടെ കണക്ട് ചെയ്തു? റെസിസ്റ്ററിന്റെ ലെഗ് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട്. കണക്ഷൻ പോയിരിക്കുന്നത് ക്ലിയർ ആയോ? കണക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. ഇങ്ങനെയാണ് LED പുഷ് ബട്ടൺ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. എല്ലാരും ചെയ്തോ? ദേവജിത്ത് രഞ്ജിത്തിന് എന്താ ഡൗട്ട് ഉണ്ടായേ? നിങ്ങൾ ഡൗട്ട്സ് ഉള്ളത് കമന്റ് ആയിട്ട് ഇട്ടാ മതി. പുഷ് ബട്ടന്റെ ഏത് ടെർമിനലാണ് കാഥോഡിലേക്ക് വരണ്ടേ? ഞാൻ ഒന്നും കൂടി ഫിഗർ കാണിക്കാം. ഇവിടെ കണ്ടോ LED കാഥോഡിലോട്ടാണ് നമ്മൾ എന്താണ് പുഷ് ബട്ടൺ കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് പുഷ് ബട്ടണിലെ ഡയഗണലി ഉള്ള ടെർമിനൽ, അതായത് ടെർമിനൽ 2B എന്നാണ് എന്താണ് റെസിസ്റ്ററിലേക്ക് പോവേണ്ടത്. മനസ്സിലായോ? ചെയ്ത് നോക്കിക്കേ. ഇത് ചെയ്ത് കഴിഞ്ഞവർ ഒരു തംസപ്പ് ഇടണേ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. ഓക്കെ, ഋഷി, ആഗ്നി, വാസുദേവ് കൃഷ്ണ, രജിതയ്ക്ക് മനസ്സിലായില്ല. രജിതയ്ക്ക് ഏത് പാർട്ടാണ് മനസ്സിലാവാഞ്ഞേ? കമന്റ് ഇടാമോ?
രജിത പുഷ്പട്ടന്റെ ആണോ ചെയ്യാൻ പറ്റാഞ്ഞത്? ആ ആക്ടിവിറ്റി ആണോ? Ma'am, what if the wire leading from the power button push button to the resistor is placed with transfer? Okay. ഇവിടെ പുഷ് ബട്ടന്റെ LED കാഥോഡിലോട്ടാണ് നമ്മൾ പുഷ് ബട്ടൺ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടെർമിനൽ 1A-യും 1B-യും എന്താണ്? ഷോർട്ട് സർക്യൂട്ടഡ് ആണ് അല്ലേ? അതുകൊണ്ടാണ് എന്ത് ഡയഗണലി ആയിട്ടുള്ള ഇത് നമ്മൾ ടെർമിനൽ 2B കണക്ട് ചെയ്തിരിക്കുന്നത് റെസിസ്റ്ററിലോട്ട്. മനസ്സിലായോ? അതായത് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വേണം നമ്മുടെ LED ഓൺ ആവാൻ അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ ഈ തമ്മിലാണ് കണക്ഷൻ വരിക. മനസ്സിലായോ? അതായത് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വേണം നമ്മുടെ LED ഗ്ലോ ആവാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പുഷ് ബട്ടൺ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പിൻസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് വേണം നമ്മുടെ LED ഓണും ഓഫും ആവാൻ. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇടുക. ഈ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡിനയിലോട്ട് പോവാം. ഓക്കെ രജിത, താങ്ക് യു. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, നിങ്ങൾ ഇനി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ടിങ്കർ കാഡിൽ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ആൻഡ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ടിങ്കർ കാഡിൽ ഓട്ടോ സേവ് ആണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഓട്ടോ സേവ് ആണ്. സോ നിങ്ങൾക്കിപ്പോ പുതിയൊരു ആക്ടിവിറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതിപ്പോ നമ്മൾ പ്രോജക്ട് 1 എന്ന് പറഞ്ഞിട്ടാണ് LED ഓണും ഓഫും ചെയ്യുന്നത്. ആക്ടിവിറ്റി പ്രോജക്ട് 1 ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇതാണ്ട് ഇവിടെ ടിങ്കർ കാഡിന്റെ ലോഗോ കണ്ടോ, അവിടെ പോവാ, അത് ക്ലിക്ക് ചെയ്യുക.
ഞാൻ ഇപ്പൊ ചെയ്ത പ്രോജക്റ്റ് എന്താണ്, പ്രോജക്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ സേവ് ആയി കിടക്കും. പുതിയൊരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണ്ടേ, പിന്നെയും ക്രിയേറ്റിൽ പോവാ, എന്നിട്ട് സർക്യൂട്ട്സ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ ആണോ? സോ നമ്മൾ ആദ്യം ചെയ്ത പ്രോജക്റ്റ് അവിടെ സേവ് ആയിട്ടുണ്ടാവും. പുതിയൊരു പ്രോജക്റ്റിന് പുതിയതായിട്ട് എടുക്കുക, പിന്നെ പ്രോജക്റ്റ് നെയിം മാറ്റാം. ഏത് പ്രോജക്റ്റ് ആണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വർക്ക് സ്പേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല. ഞാൻ പറഞ്ഞ പോലെ ഓട്ടോ സേവ് ആണ്. സോ പുതിയ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും ടിങ്കർകാഡിന്റെ ഹോമിൽ പോയിട്ട് പുതിയതായിട്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണോ? അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആയോ? ഓക്കെ, സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഡിഫറെന്റ് പ്രോജക്ട്സ് ചെയ്യുമ്പോൾ എപ്പോഴും പുതുതായിട്ടാണോ ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. നിങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ തന്നെയാണ് പിന്നെയും അടുത്ത കമ്പോണൻസ് ഒക്കെ എടുത്തു വെച്ച് അടുത്ത പ്രോജക്ട്സ് ചെയ്യുന്നെങ്കിൽ ആദ്യം ചെയ്തത് പോവും. അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് ചെയ്തു നോക്കുക കേട്ടോ. കുറെ ആക്ടിവിറ്റീസ് ടിങ്കർകാഡിൽ ചെയ്യാം. ടിങ്കർകാഡിൽ തന്നെ ബാലകൃഷ്ണന് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. അതായത് ടിങ്കർകാഡിൽ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ അത് ഓട്ടോ സേവ് ആയിരിക്കും. അതായത് നമ്മൾ മാനുവലി സേവ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇപ്പൊ ടിങ്കർകാഡിൽ പോകുമ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത പ്രോജക്റ്റ് അല്ലെ, പ്രോജക്റ്റ് 1. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത പ്രോജക്റ്റ്. ഇവിടെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഓപ്ഷൻ ഇല്ല. പകരം എന്താണ് ഇവിടെ ദാണ്ടെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഓൾ ചേഞ്ചസ് സേവ്ഡ്. ഓൾറെഡി നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് എന്താണ് അത് സേവ് ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് പുതിയൊരു പ്രൊജക്ട്, ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തൊരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഇനി ഒന്നും ചെയ്യണ്ട. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പുതിയൊരു പ്രോജക്റ്റ് നിങ്ങൾക്ക് പുതുതായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ ടിങ്കർകാഡ് എന്നുള്ള ലോഗോ ഇവിടെ കാണുന്നുണ്ട് ലെഫ്റ്റില് മുകളിൽ. ടിങ്കർകാഡിലെ ലോഗോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഹോം പേജിലോട്ട് പോകും. ഹോം പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് എന്തുണ്ട്, ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് കൊടുക്കുക, എന്ത് ചെയ്യുക, സർക്യൂട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പ്രോജക്റ്റ് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചു, പ്രോജക്റ്റ് 1 എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. അതിൽ ഇനി ഒന്നും ചെയ്യണ്ട. ഓക്കെ അല്ലേ? അപ്പൊ പുതിയ പ്രോജക്റ്റ് ചെയ്യാനുള്ളവര് പിന്നെ ഹോമിൽ പോയിട്ട് ക്രിയേറ്റ് ഞെക്കി പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായോ ബാലകൃഷ്ണൻ? ഇത് ഇത്രയും ക്ലിയർ ആയവരൊന്ന് തംസപ്പ് ഇടണേ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡിനയിലോട്ട് പോവാം. ഓക്കെ, ബാലകൃഷ്ണൻ ഓക്കെ ആയോ? ആ ഓക്കെ, ശരി. ഓ ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഇക്ഷിത്, സീനത്തിന് മനസ്സിലായില്ല എന്നാ പറയുന്നത്. ഞാൻ ഷെയർ ചെയ്ത സ്ക്രീൻ മാറിപ്പോയെന്ന് തോന്നുന്നു. ഒന്നും കൂടി പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ടിങ്കർകാഡിന്റെ ഇന്റർഫേസ് ആണ് കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പൊ ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാന്ന് വെക്കാം. ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ കുറച്ച് കമ്പോണൻസ് ഒക്കെ എടുത്തിടുകയാണ്. LED 9 വോൾട്ട് ബാറ്ററി. ഇപ്പൊ ഞാനിതിപ്പോ കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചു. ഈ പ്രോജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ, ഇവിടെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു കണക്ഷൻ ചെയ്ത് നോക്കണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാണ്ടിരിക്കുക. അതായത് അതൊരു ഡിഫറെന്റ് പ്രോജക്റ്റ് ആയിട്ട് പുതുതായിട്ട് ആഡ് ചെയ്യുക. അപ്പൊ ഇതിൽ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇവിടെ ദാണ്ടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഓൾ ചേഞ്ചസ് സേവ്ഡ് എന്നാണ്. അതായത് ഇതിലെല്ലാം ഓട്ടോ സേവ്, നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് അത് സേവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താണ് ഇതിൽ ഞാനിപ്പോ ദാണ്ടെ ആക്ടിവിറ്റി 1 എന്ന് കൊടുത്തു നോക്കാം. ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ സേവ് ചെയ്തു.
പിന്നെ എനിക്ക് പുതിയൊരു പ്രോജക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാണ്ട് ടിങ്കർ കെയർ ഡാഷ്ബോർഡ് ഉണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ടിങ്കർ കെയർ ഡാഷ്ബോർഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ടിങ്കർ കെയറിന്റെ ഹോമിലോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ കണ്ടത് ഞാൻ നേരത്തെ ചെയ്ത പ്രോജക്റ്റ് 1 സേവ് ആയി കിടപ്പുണ്ട്, ആക്ടിവിറ്റി 1 താണ്ട് ഞാൻ ഇപ്പൊ ചെയ്തത് സേവ് ആയി കിടപ്പുണ്ട്. അപ്പൊ പുതുതായിട്ട് ഇനി എനിക്ക് വേറൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് നിൽക്കുക, എന്നിട്ട് സർക്യൂട്ട്സ് എടുക്കുക. മനസ്സിലായോ? സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഋഷി, ഓക്കെ. ഇനിയും ഡൗട്ട്സ് ഉള്ളവര് കമന്റ് ഇട്ടാൽ മതി കേട്ടോ, നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. സോ നമുക്കിനി ഓർഡിനോ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞ പോലെ ടിങ്കർ കാഡിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. സോ മൂവിങ് ടു ഓർഡിനോ. സോ ഓർഡിനോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബോർഡ് ആയിരിക്കാം. ഓർഡിനോ ഈസ് എ സ്മാൾ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ബോർഡ് that helps brings ideas to life by controlling sensors, lights, motors and more. അപ്പൊ ഓർഡിനോ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് ബോർഡ് ആണ്. അതെന്താണ്, നമുക്ക് സെൻസേഴ്സും എക്സ്റ്റേണൽ സെൻസേഴ്സും ലൈറ്റ്സും മോട്ടോഴ്സും ആക്ച്വേറ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു ബോർഡ് യൂസ് ചെയ്തുകൊണ്ട്. ആൻഡ് പറയുന്നുണ്ട് യൂസസ് C or C++ കോഡിംഗ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് പെർഫെക്റ്റ് ഫോർ DIY പ്രോജക്ട്സ്, പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് റോബോട്ടിക്സ് കോമ്പറ്റീഷൻ. നമ്മളെ DIY പ്രോജക്ട്സിനും പ്രോട്ടോടൈപ്പിനും റോബോട്ടിക്സിനും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് ഓർഡിനോ. ആൻഡ് ഓർഡിനോയിൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഓർഡിനോ IDE മീൻസ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. സോ നിങ്ങൾ കുറെ പേരും പ്രോജക്ട്സ് ഒക്കെ ഇത് വെച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. സോ എല്ലാവർക്കും ഫെമിലിയർ ആണ് ഓർഡിനോ. സോ നെക്സ്റ്റ് സ്ലൈഡ്. ഇതിലെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഓർഡിനോ, കുറച്ച് ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്തൊക്കെയാണ്? ഹോം ഓട്ടോമേഷൻ. അതായത് ഹോം ഓട്ടോമേഷൻ നമ്മളിപ്പോ ചില വീടുകളിലൊക്കെ കാണുന്നുണ്ട്, ലൈറ്റ് എന്താണ് ബ്രൈറ്റ്നെസ് അനുസരിച്ച് നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും, അതേപോലെ ഫാൻ ആയാലും എല്ലാം നമുക്ക് എന്താണ് ഹോം ഓട്ടോമേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഓർഡിനോ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രോജക്ട്സ് ഒക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാം, ഹോം ഓട്ടോമേഷൻ. നെക്സ്റ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. നമ്മൾ ഈ അഗ്രികൾച്ചർ സെക്ടർ എടുത്താൽ അവിടെയും എന്താണ് നമുക്ക് സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ മോയ്സ്ചർ ലെവലൊക്കെ സെൻസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു ചെടിക്ക് വെള്ളം വേണോ വെള്ളം വേണ്ടയോ, അതിന്റെ ഡ്രൈനെസ് ഒക്കെ വാല്യൂസ്, ഡ്രൈനെസിന്റെ റേഞ്ചും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ലേ. അതേപോലെ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരുപാട് പ്രോജക്ട്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പ്രോജക്ട്സിൽ തന്നെ ഒരുപാട് അങ്ങനത്തെ ഉണ്ടായിരുന്നു ഓർഡിനോ വെച്ചിട്ട് കുറെ പേര് ചെയ്തിട്ടുള്ളത്. സോ ഓർഡിനോ വെച്ചിട്ട് നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആൻഡ് തേർഡ് വൺ അവിടെ നോട്ട് ചെയ്തിരിക്കുന്ന വെയറബിൾ ടെക് ആണ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് IoT enabled ഡിവൈസ്, അതായത് IoT അറിയാലോ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. സോ ഓൾറെഡി കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഓർഡിനോയ്ക്ക്. ഇതിൽ സ്മാർട്ട് അഗ്രികൾച്ചറും ഹോം ഓട്ടോമേഷൻ എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. സോ നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് എക്സ്പ്ലെയിനിങ് ദ പാർട്സ് ഓഫ് ഓർഡിനോ യൂനോ. ഓർഡിനോ യൂനോയ്ക്ക് മെയിൻ ആയിട്ടുള്ള പാർട്സ് എല്ലാം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് USB പോർട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ USB പോർട്ട് ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ ഞാൻ ആരോവും കൂടി വെച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് USB പോർട്ട് വരുന്നത്. USB പോർട്ട് എന്തിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ പവറിങ് ഓർഡിനോ പവർ ചെയ്യാൻ വേണ്ടിയിട്ടും, എന്താണ് അപ്ലോഡിങ് സ്കെച്ചസ് ടു ഓർഡിനോയിൽ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, ആൻഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഓർഡിനോ സ്കെച്ച്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ USB പോർട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ സിസ്റ്റത്തിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ USB പോർട്ട് യൂസ് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്താലേ നമുക്ക് പ്രോഗ്രാം ഒക്കെ ഓർഡിനോയിലോട്ട് അപ്ലോഡ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും USB പോർട്ട്. നെക്സ്റ്റ് ഇതാണ്ട് ഇവിടെ ഒരു റീസെറ്റ് ബട്ടൺ കാണുന്നുണ്ടോ? റീസെറ്റ് ബട്ടൺ ആണ് എന്ത്, നമ്മുടെ മൈക്രോ കൺട്രോളർ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന അറ്റ്മക മൈക്രോ കൺട്രോളർ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. റീസെറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളൊരു പ്രോഗ്രാം ഒക്കെ ഓർഡിനോയിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാം എന്താണ് ബിഗിനിങ്ങിൽ നിന്ന് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ റീസെറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എന്താണ് ഓർഡിനോയില് ഡിജിറ്റൽ പിൻസും ഉണ്ട്, അനലോഗ് പിൻസും ഉണ്ട്.
സോ ഇവിടെ മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് ഡിജിറ്റൽ പിൻസ്. ഡിജിറ്റൽ പിൻസ് എന്തിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഡിജിറ്റൽ സിഗ്നൽസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ പിൻസ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ 14 ഡിജിറ്റൽ പിൻസ് ആണ് ഉള്ളത്. 0 to 13 വരെയുള്ള ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡിജിറ്റൽ പിൻസ്. ആൻഡ് ഇവിടെ ശ്രദ്ധിച്ചോ, പിൻ 13 എന്ന് പറയുന്നത് എന്താണ്? ഓർഡിനോയുടെ ബിൽറ്റ് ഇൻ LED ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാണ് ഡിജിറ്റൽ പിൻസ് കഴിഞ്ഞു. അതേപോലെ തന്നെ അനലോഗ് പിൻസ് ഇതാണ്ട് ഇവിടെ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റലും അനലോഗും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ 2 സ്റ്റേറ്റ്സ് ആണ് കാണാറുള്ളത്. ഇപ്പൊ നമ്മൾ LED ഒക്കെ എടുത്താൽ അതിൽ എന്താണ്? 2 കണ്ടീഷനിൽ അവിടെ ഉള്ളൂ. ഒന്നെങ്കിൽ ഓൺ ആക്കുക അല്ലെങ്കിൽ ഓഫ് ആക്കുക. അങ്ങനെയുള്ള 2 സ്റ്റേറ്റ്സ് മാത്രം വരുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിജിറ്റൽ പിൻസ് എന്ന്, ഡിജിറ്റൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതുപോലെ അനലോഗ് വാല്യൂസ് ആണെങ്കിൽ എന്താണ്? ഇൻ ബിറ്റ്വീൻ, അതൊരു റേഞ്ച് ഓഫ് വാല്യൂസ് ആയിരിക്കും. അതായത് 0ക്കും 5നും ഇടയ്ക്കുള്ള വാല്യൂസ് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലാണ് നമ്മൾ അനലോഗ് വാല്യൂസ് എന്ന് അതിനെ പറയുന്നത്. അതാണ് ഡിജിറ്റലും അനലോഗും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇവിടെ ഓർഡിനോ യൂനോയിൽ അനലോഗ് വാല്യൂസ് ആയിട്ട് എന്തൊക്കെയാണ്? A0, A1, A2, A3, A4, A5 അങ്ങനെ 6 പിൻസ് ആണ് ഇവിടെ അനലോഗ് ഇൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അനലോഗ് എന്താണ്? അനലോഗ് സിഗ്നൽസ് റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടെ അനലോഗ് പിൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അനലോഗ് പിൻസിന്റെ അടുത്തായിട്ട് തന്നെ എന്തുണ്ട്? പവർ പിൻസ് ഉണ്ട്. പവർ പിൻസ് എന്തിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് പവർ ടു ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ഇൻപുട്സിലേക്കും ഔട്ട്പുട്സിലേക്കും പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പവർ പിൻസ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ അത്മക മൈക്രോ കൺട്രോളർ ആണ് ഇവിടെ ഉള്ളത്. സോ അതാണ് നമ്മുടെ ഓർഡിനോയുടെ മെയിൻ ഹാർട്ട്, ബ്രെയിൻ എന്നൊക്കെ നമുക്ക് പറയാം. അതിലാണ് നമ്മൾ എന്ത് ചെയ്യാ? ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. എല്ലാം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, സെൻസേഴ്സ് ഒക്കെ വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും അത്മക മൈക്രോ കൺട്രോളർ ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഓർഡിനോ യൂനോയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്താണ്? പവർ LED ഉണ്ട്. പവർ LED എന്താണ്? ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഓർഡിനോ ഈസ് റിസീവിംഗ് പവർ. ഓർഡിനോ പവർ റിസീവ് ചെയ്യുന്നുണ്ടത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു LED ആണ് പവർ LED. ആൻഡ് ഇനി എന്താ ഉള്ളത്? ഇവിടെ USB കണക്ടർ പോലെ തന്നെ ഇവിടെ പവർ കണക്ടർ ഉണ്ട്. പവർ കണക്ടർ എന്താ ചെയ്യുന്നത്? ദിസ് ഈസ് ഹൗ യുവർ പവർ യുവർ ഓർഡിനോ വെൻ ഇറ്റ് ഈസ് നോട്ട് പ്ലഗ്ഡ് ഇൻ ടു എ USB പോർട്ട് ഫോർ പവർ. അതായത് USB പോർട്ട് പവറിന് വേണ്ടിയിട്ട് പ്ലഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? പവർ കണക്ടർ യൂസ് ചെയ്തിട്ട് ഓർഡിനോ പവർ ചെയ്യാൻ പറ്റും. അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വോൾട്ടേജ് റേഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. 7 to 12 വോൾട്ട് DC ആണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വോൾട്ടേജസ്. ആൻഡ് ഓൾസോ ഇവിടെ എന്താണ്? TX ആൻഡ് RX എന്ന് പറഞ്ഞ 2 LEDs മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? ദ ഫോളോയിങ് LEDs ഷോ ദാറ്റ് ഓർഡിനോ ആൻഡ് കമ്പ്യൂട്ടർ ആർ ഇൻ കമ്മ്യൂണിക്കേഷൻ. ഓർഡിനോയും കമ്പ്യൂട്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന LEDs ആണിത്. ഇതിൽ TX എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് ട്രാൻസ്മിറ്റിംഗ് എന്നും RX എന്നുള്ള മാർക്ക് ചെയ്തിരിക്കുന്നത് റിസീവിംഗ്. അതായത് TX എന്ന് പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ട്രാൻസ്മിഷൻ അവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ LED ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് RX എന്തായിരിക്കും? റിസീവിംഗ് ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് ഓർഡിനോയുടെ പാർട്സ് വരുന്നത്. സോ അതിന്റെയൊക്കെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ മോഡലായിട്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ കൊടുത്തിട്ടുണ്ട്. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് എന്താണ്? The heart of the Arduino Uno is the Atmega 328P. ഇവിടുത്തെ മൈക്രോ കൺട്രോളറിന്റെ പേരാണ് Atmega 328P. It runs the code you upload to the board and controls the various functions and interfaces. Next, digital input output pins. The Arduino Uno has 14 digital output pins labeled from 0 to 13. These pins can be used to read digital signals. രണ്ട് റേഞ്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഹൈ ഓർ ലോ, or send digital signals to components like LEDs or relays. Next, analog input pins. Analog input pins നമ്മൾ പറഞ്ഞു, labeled from A0 to A5. These are 6 analog input pins used to read analog signals from sensors. സെൻസേഴ്സിലൊക്കെ നമുക്കറിയാം റേഞ്ച് ഓഫ് വാല്യൂസ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ അനലോഗ് സിഗ്നൽസിൽ യൂസ് ചെയ്യുന്നത്. These pins can measure voltages between 0 and 5 volt and convert them into a digital value. സോ മൈക്രോ കൺട്രോളറും ഡിജിറ്റൽ പിൻസും അനലോഗ് പിൻസും ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ USB കണക്ഷൻ. ദ USB കണക്ഷൻ ഈസ് യൂസ്ഡ് ടു കണക്ട് ദി Arduino Uno to your computer. It is used both for powering the Arduino and for uploading code from the Arduino Integrated Development Environment. അതായത് Arduino IDE ന്ന് കോഡ് അപ്ലോഡ് ചെയ്യാനും
മൈക്രോ കൺട്രോളിലോട്ട് അപ്ലോഡ് ചെയ്യാനും ഒക്കെ USB കണക്ഷൻ ഹെൽപ്പ് ചെയ്യും. സോ റീസെറ്റ് ബട്ടൺ നെക്സ്റ്റ്. ദ റീസെറ്റ് ബട്ടൺ റീസ്റ്റാർട്ട് ദ മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളർ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ റീസ്റ്റാർട്ടിംഗ് ദ യുവർ പ്രോഗ്രാം ഓർ വെൻ ട്രബിൾ ഷൂട്ടിംഗ് ഇഷ്യൂസ്. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീസെറ്റ് ബട്ടൺ യൂസ് ചെയ്യാം. Next, voltage regulator. The voltage regulator converts the external power supply voltage to a stable 5 volt needed by the microcontroller and other components. എന്താണ് വോൾട്ടേജ് റെഗുലേറ്റർ കൺവേർട്ട് ചെയ്യും എക്സ്റ്റേണൽ പവർ സപ്ലൈ വോൾട്ടേജിനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള 5 വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് വോൾട്ടേജ് റെഗുലേറ്ററും ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഓർഡിനോ വെച്ചിട്ടുള്ള ലാസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്, LED ബ്ലിങ്കിങ് ആക്ടിവിറ്റി. സോ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ ആണോ? ഈ ഒരു ആക്ടിവിറ്റിയും കൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. സോ പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാം. എല്ലാവരും ടിങ്കർ കാഡിലേക്ക് പോവുക. സോ ഓർഡിനോ വെച്ചിട്ടുള്ള ആക്ടിവിറ്റിയും കൂടി ചെയ്യാം. എല്ലാവരും ടിങ്കർ കാഡിലേക്ക് പോയിട്ട് ബ്ലിങ്കിങ് ചെയ്യുന്ന LED തന്നെയാണ് ചെയ്യുന്നത്. സോ വേണ്ടുന്ന കമ്പോണൻസ് എടുത്തിടുക. നമുക്ക് ഇപ്പൊ ഇവിടെ എന്താണ് ഓർഡിനോ പഠിച്ച ഓർഡിനോ വേണം. സോ ഓർഡിനോ സെർച്ച് ചെയ്ത് കൊടുക്കുക കമ്പോണൻസിൽ. ഓർഡിനോ ഇവിടെ പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് എന്താ നമുക്ക് വേണ്ടുന്നത്? ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് വേണം? ബ്രെഡ് ബോർഡ് വേണം. ബ്രെഡ് ബോർഡ് ആയിട്ടുണ്ട്. എന്താണ്? LED വേണം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുക. ഡൗട്ട് ഉള്ളത് കമന്റ് ബോക്സിൽ ഇടുക. LED. ഇനി എന്താ നമുക്ക് വേണ്ടുന്നത്? റെസിസ്റ്റർ വേണം. റെസിസ്റ്റർ ഓക്കെ ആണോ? ഇത്രയും എല്ലാരും ചെയ്യുന്നുണ്ടോ കൂടെ? സോ LED ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. സ്ലൈഡ്സ് കാണാമോ? നമ്മളിപ്പോ കമ്പോണൻസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. ബ്രെഡ് ബോർഡ് എടുത്തിട്ടു, ഓർഡിനോ, LED, റെസിസ്റ്റർ. സോ ഫസ്റ്റ് ഇവിടെ എന്താണ്? ഓർഡിനോടെ 5 വോൾട്ടിന്നും നമ്മുടെ ബ്രെഡ് ബോർഡിലെ പവർ ആയിട്ടുള്ള പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ആൻഡ് ഓർഡിനോടെ ഗ്രൗണ്ട് പിന്നീന്ന് ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ ആണോ? സോ നമുക്ക് അത് രണ്ടും ചെയ്യാം. സോ ഓർഡിനോടെ 5 വോൾട്ടിന്ന് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ. ആൻഡ് ഗ്രൗണ്ടിന്ന് നമ്മുടെ
നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഇത്ര ഓക്കെ ആണോ സ്റ്റെപ്സ്? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? Add two more wires to connect the buses on opposite sides of the breadboard. ബ്രെഡ്ബോർഡിന്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഇതേപോലെ കണക്ട് ചെയ്യുക. അതായത് ഓർഡിനോയിൽ നിന്നും 5 വോൾട്ട് ബ്രെഡ്ബോർഡിന്റെ ഏത് സൈഡിലെ പോസിറ്റീവിലേക്കാണോ നിങ്ങൾ കണക്ട് ചെയ്തത് ആ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള പോസിറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുക. സെയിം നെഗറ്റീവിലും ചെയ്യുക. ഓക്കെ ആണ്. ഗ്രൗണ്ടിൽ നിന്ന് നെഗറ്റീവിൽ ബ്രെഡ്ബോർഡിന്റെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ സെയിം കണക്ഷൻ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം ബ്രെഡ് ബോർഡിന്റെ. അതായത് ഇവിടെ നെഗറ്റീവിൽ നിന്ന് ബ്രെഡ് ബോർഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യുക. പോസിറ്റീവിൽ നിന്ന് ബ്രെഡ് ബോർഡിന്റെ പോസിറ്റീവ് പോർട്ടിലോട്ടും കണക്ട് ചെയ്യുക. ഇത്ര ഓക്കെ ആണോ? അതെ അതെ, ഇത് ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. ഇത്രയും എല്ലാരും ചെയ്തോ? ഇത്രയും കണക്ഷൻ ഓക്കെ ആണോ? ഓക്കെ. ലാസ്റ്റ് കൃഷ്ണ. രജിതയ്ക്ക് എന്താണ് ഡൗട്ട്? ഓക്കെ, ജസ്റ്റ് ഡൗട്ട് ഉള്ളവര് കമന്റ് ഇട്ടോളാം. ഗ്രേഷ്മ മാം കമന്റിന് റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ദീപ്ത. ഓക്കെ, ഋഷി. ഫോണിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ടിങ്കർക്യാഡ്. ഓക്കെ ഓക്കെ, കുറെ പേരും ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. നെക്സ്റ്റ് എന്താണ്? നമുക്ക് LED പ്ലേസ് ചെയ്യാം ബ്രെഡ് ബോർഡിലോട്ട്. ഓക്കെ ആണോ? സോ ടിങ്കർക്യാഡിലേക്ക് പോവാ. LED പ്ലേസ് ചെയ്ത്. സോ ഇത് ഇത്രയാണ് എന്റെ പോസിറ്റീവ് സൈഡ്, ഇത് ഇത്രയും നെഗറ്റീവ്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് LED-ക്കും ഗ്രൗണ്ട് ബോക്സിനും ഇടയ്ക്കായിട്ട് റെസിസ്റ്റർ ആഡ് ചെയ്യാം. റെസിസ്റ്റർ ആഡ് ചെയ്യാം. നമുക്ക് റെസിസ്റ്റർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ്. അതായത് LED-യുടെ നെഗറ്റീവ് സൈഡിൽ റെസിസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്നിട്ട് റെസിസ്റ്ററിന്റെ നെഗറ്റീവ് എനിക്ക് എവിടെ കൊടുക്കാം? ഇവിടെ നെഗറ്റീവിലോട്ട് കൊടുക്കാം. കളർ മാറ്റി ബ്ലാക്ക് കൊടുക്കുക. അതെല്ലാം നമ്മുടെ എന്താണ്? ഗ്രൗണ്ട് ആണ്. ഇതെല്ലാം തമ്മിൽ തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈഡിൽ വേണമെങ്കിലും കൊടുക്കാം, അപ്പുറത്ത് കൊടുത്താലും എന്താണ്? കറക്റ്റ് ആണ്. സോ അത് ഓക്കെ ആയി. ഇനി എന്താ നമുക്ക് ബാലൻസ് ഉള്ളത്? LED-യുടെ പോസിറ്റീവ് സൈഡ് അല്ലേ? സോ LED-യുടെ പോസിറ്റീവ് സൈഡ് ഇനി എവിടെ കൊടുക്കണം? നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എവിടെയാണോ അവിടെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? ഇവിടെ ഞാൻ എന്റെ അനലോഗ് പിൻ, ഡിജിറ്റൽ പിൻ ആയ 13, ഓർഡിനോയുടെ 13-ലാണ് എനിക്ക് ഔട്ട്പുട്ട് വേണ്ടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാണ് ഞാൻ? LED-യുടെ ആനോഡിന്ന് ആനോഡിലെ
സോറി, ഓടിനോടെ 13th പിൻ ഡിജിറ്റൽ 13ല് കൊടുക്കുകയാണ്. സോ LED-ക്ക് ഇവിടെ ആകെ ഓണും ഓഫും മാത്രമല്ല, അതുകൊണ്ടാണ് എനിക്ക് ഡിജിറ്റൽ പിന്നിൽ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത്. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് വേറൊരു കളർ കൊടുക്കാം, നമ്മുടെ ഔട്ട്പുട്ട് അല്ലേ, സോ ഗ്രീൻ കൊടുക്കാം. ഇത്ര ഓക്കെ ആണോ? രജിതയ്ക്ക് ഏത് സ്റ്റെപ്പാണ് മിസ്സായത്? കമന്റ് ഇട്ടോളൂ. അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഉടൻ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഫാത്തിമ. ഇതുവരെ കഴിഞ്ഞതൊന്ന് തംസപ്പ് ഇടാമോ? ചെയ്ത് കഴിഞ്ഞവര് ഒന്ന് തംസപ്പ് ഇടുക. ഓക്കെ, അതെ അതെ, നമുക്ക് ബ്രൈറ്റ്നസ് LED-യുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാരും ഇത്രയും സ്റ്റെപ്സ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫോണിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ കണ്ടെത്തുന്നത്. സിസ്റ്റത്തിൽ ചെയ്ത് പഠിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ബാലൻസ് ചെയ്യാം സർക്യൂട്ട്. സോ ഇത്രയും കണക്ഷൻസ് ഓക്കെ ആയി. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? സ്റ്റാർട്ട് സിമുലേഷൻ കൊടുക്കുക. സ്റ്റാർട്ട് സിമുലേഷൻ കണ്ടോ? LED ബ്ലിങ്ക് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കുറച്ച് സൂം ആക്കാം. കണ്ടോ LED ബ്ലിങ്ക് ആവുന്നത്? കണ്ടോ? സോ ഇതായിരുന്നു നമ്മുടെ ഓർഡിനോ യൂസ് ചെയ്തിട്ടുള്ള ബ്ലിങ്കിങ് ആൻഡ് LED ആക്ടിവിറ്റി. സോ എല്ലാവർക്കും കണക്ഷൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന്റെ കോഡും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്തു. ജസ്റ്റ് കോഡ് എടുക്കുക. കോഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ എന്താണ്, ബ്ലോക്ക് ബേസ്ഡ് കോഡിംഗ് ആണ് കിടക്കുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ കണ്ടോ, എഡിറ്റ് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ടെക്സ്റ്റ് ബേസ്ഡ് ആണ് നമുക്കിപ്പോ വേണ്ടുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ടെക്സ്റ്റ് ബേസ്ഡ് കോഡിംഗ് ആയിരിക്കും. അതായത് ഓർഡിനോ ഐഡിയിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ നാളത്തെ സെഷനിലൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇവിടെ ഇപ്പൊ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടോ, ഇതാണ് നമ്മൾ ഇപ്പൊ ചെയ്ത പ്രോജക്റ്റിന്റെ കോഡ്. ആൻഡ് ഇവിടെ കണ്ടോ, LED ബിൽറ്റ് ഇൻ എന്നാണ് ഇവിടെ വോയിഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ബിഗിനിങ് തൊട്ട് പറയാം, C++ കോഡാണ് ഇവിടെ. നമ്മൾ ഓർഡിനോ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കോഡ് ഏതാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. ആൻഡ് ഇവിടെ വോയിഡ് സെറ്റപ്പിൽ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇനിഷ്യലി സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് വോയിഡ് സെറ്റപ്പിൽ കൊടുക്കുക. അപ്പൊ കണ്ടോ, അവിടെ ഒരു ലൂപ്പ് അവിടെ ക്ലോസ് ആയിക്കാം. അപ്പൊ അവിടെ എന്താണ് ഞാൻ കണ്ടീഷൻ കൊടുത്തത്? പിൻ മോഡ് LED ബിൽറ്റ് ഔട്ട്പുട്ട് എന്ന് ഇവിടെ കിടക്കുന്നത്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തത് ഏത് പിന്നിലാണ്? 13 അല്ലേ പിന്ന് കൊടുത്തത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? LED ബിൽറ്റിൻ ഇവിടെ അടിച്ചു കളഞ്ഞിട്ട് ഇവിടെ എനിക്ക് എന്ത് കൊടുക്കാം? നമ്മുടെ ഏത് പിന്നിലാണോ നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തത് അതിന്റെ വാല്യൂ ഇവിടെ കൊടുക്കാം, 13. ഓക്കെ ആയോ? പിൻ മോഡ് 13-ലായിരിക്കണം എന്റെ ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അത് നമ്മൾ ഫസ്റ്റിലെ കൊടുക്കാം. ഇനി ലൂപ്പായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ LED എന്ത് ചെയ്യണം? ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കണം, അല്ലയോ? അതിന് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ ഡിജിറ്റൽ റൈറ്റ് LED ബിൽറ്റിൻ ഹൈ. LED ബിൽറ്റിന് പകരം നമുക്ക് എന്താ ഇവിടെയും നമ്മൾ ഔട്ട്പുട്ട് കൊടുത്ത ഇവിടെ ഏതിലാണ്? 13-ലാണ്. സോ 13 ഹൈ ആവുക.
ഒരു ഡിലേ കൊടുക്കുക, അതായത് എനിക്ക് ബ്ലിങ്ക് ചെയ്യണമെന്നല്ലേ എന്റെ കോഡ്. സോ ഒന്ന് കത്തിയിട്ട് ഒരു ഡിലേ ആയിട്ട് പിന്നെയും കത്തണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് 1000 ms, അതായത് 1 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നുണ്ട്. സോ പിന്നെ എന്താണ് എനിക്ക് LED ബിൽറ്റിൻ ഇവിടെ മാറിയിട്ട് എന്ത് കൊടുക്കണം, 13 കൊടുക്കണം. അതായത് എന്റെ LED ഇങ്ങനെ ബ്ലിങ്ക് ആവാനായിട്ട് ഹൈ ആയും ലോ ആയും നിൽക്കും. എന്താണ് ഇടയ്ക്ക് ഒരു ഡിലേ കൊടുത്തിട്ടുണ്ട്. അതായത് LED ഇങ്ങനെ ബ്ലിങ്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹൈയും ലോയും ഡിലേ ഇടയ്ക്കിട്ട് കൊടുത്തത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിൻ തട്ടി നിങ്ങൾ ഏത് പിന്നിനാണോ കണക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഏത് പിൻ നമ്പർ വേണമെങ്കിലും ഏത് പിന്നിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇപ്പൊ 12 ആണ് നിങ്ങൾ കൊടുത്തെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, പിന്റെ നമ്പർ മാറ്റി 12 ആക്കുക. ഞാനിവിടെ 13 കൊടുത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, കോഡ് 13 എഴുതിയത്. അപ്പൊ കോഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒന്നും കൂടെ സ്റ്റാർട്ട് സിമുലേഷൻ കൊടുക്കുക. സിമുലേഷൻ കഴിഞ്ഞ് നമുക്ക് നോക്കാം. കണ്ടോ, LED ബ്ലിങ്ക് ആവുന്നുണ്ട്. ഓക്കെ ആണോ? സോ ഇതാണ് ഇതിന്റെ കോഡ് വരുന്നത്. സോ കോഡ് പാർട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? മാം, ഐ ഡിഡ് ഇറ്റ് ഓൾറെഡി. ഓക്കെ. അതെ, നിങ്ങൾക്ക് ബ്ലോക്ക് കോഡ് ചെയ്തിട്ട് അത് ടെക്സ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിലും ചേഞ്ച് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായോ? തംസപ്പ് ഇടാമോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ആക്ടിവിറ്റി, ഓർഡിനോ വെച്ചിട്ടുള്ള. ആൻഡ് ഓർഡിനോ ജസ്റ്റ് ഞാനൊന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. നാളത്തെ സെഷനിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇതായിരുന്നു നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്തിരുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റി. സോ കുറെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ടിങ്കർകാഡിൽ തനിയെ ചെയ്തു നോക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ പോലെ അതിൽ ട്യൂട്ടോറിയൽസും എല്ലാം അവൈലബിൾ ആണ്. സോ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. സോ ഇന്നത്തെ സെഷനിൽ ജോയിൻ ആയതിന് എല്ലാവർക്കും താങ്ക് യു. ഇതൊരു യൂസ്ഫുൾ സെഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സീനത്ത്. സോ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഡൗട്ട് ഒന്നും ഇല്ല എന്നുള്ളവർക്ക് സെഷനിൽ ലീവ് ചെയ്യാം. ഹാർഡ്വെയർ കിറ്റിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
ടെക്സ്റ്റ് ആക്കിയത് നമ്മൾ ചെയ്ത കണക്ഷൻ ജസ്റ്റ് എന്താണ് നമ്മൾ ഓഡിനോ ഐ ഡി എന്നൊരു പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഓഡിനോയിൽ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണത്. അപ്പം ഇതിപ്പോ ടിങ്കർ കാഡിൽ നമ്മൾ സിമുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കോഡ് നമ്മൾ ചെയ്യുന്ന കണക്ഷൻസ് അനുസരിച്ച് ആ കോഡ് ചേഞ്ച് ആവും. സോ ഇവിടെ ഇപ്പൊ ബ്ലിങ്കിങ് ആൻഡ് LED ചെയ്തപ്പോൾ ഞാൻ ആ കോഡ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തന്നതാണ് ഇത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇനി അപ്കമിങ് സെഷനിൽ, അതായത് നാളെയൊക്കെ ആകുമ്പോഴത്തെ കോഡിന്റെ പാർട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യും. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആവും കേട്ടോ. യെസ് യെസ്, ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഡൗട്ട്സ് ഒന്നും ഇല്ലാത്തവർക്ക് ലീവ് ആവാം. കിറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ ഷെയർ ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് 9:18. സോ ഞാൻ മീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവരെയും നാളത്തെ സെഷനിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ.